നിങ്ങൾ ഉപ്പും മുളകും ഫാൻസാണോ എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം. 300 ലൈക്കിൻ്റെ ടാർഗറ്റ്. എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം വളരെ കുറച്ച് നാളുകൊണ്ട് ഒരു 10 വർഷം മാത്രമേ ആയിട്ടുള്ളൂ തോന്നുന്നു എനിക്ക് തോന്നുന്നു ഫ്ലവേഴ്സ് തുടങ്ങിയിട്ട്. ആ ഒരു 10 വർഷം കൊണ്ട് തന്നെ നമ്മുടെ മലയാള മിനി സ്ക്രീൻ പിടിച്ചടക്കിയ ഒരു ചാനലായിട്ട് മാറി. അതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച അതായത് ഫ്ലവേഴ്സിന് ഏറ്റവും വലിയ പ്രധാന പങ്ക് വഹിച്ച 2 ഷോസ് ആയിരുന്നു. ഒന്ന് ഉപ്പും മുളകും, അത് സിപ്കോമാണ്. മറ്റൊന്ന് സ്റ്റാർ മാജിക്കും. എന്തായാലും രണ്ടും വലിയ രീതിയിൽ തന്നെ വിവാദങ്ങളിൽ ഇടം പിടിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ഏറ്റവും വലിയ വിവാദത്തിൽ നിൽക്കുന്ന ഉപ്പും മുളകുമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞു കാണും. അതായത് അതിൽ അഭിനയിച്ചൊരു നടി 2 നടന്മാർക്കെതിരെ പരാതി കൊടുക്കുകയും ആ ഒരു സീരിയലിൽ ഇപ്പോൾ ആ ഒരു നടിയെയും കാണുന്നില്ല, അതുപോലെ തന്നെ ആ ഒരു 2 നടന്മാരെയും കാണുന്നില്ല. സോ ഈ ഒരു സാഹചര്യത്തിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു സീരിയൽ മുന്നോട്ട് പോകുമോ? അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. അതായത് വളരെ പ്രധാനപ്പെട്ട നടിയും അതുപോലെ പ്രധാനപ്പെട്ട 2 നടന്മാരുമാണ്. അതായത് ഒരു നായികയും നായകനും ഇല്ലാതാണ് ഇപ്പോൾ ഉപ്പും മുളകും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതെത്ര നാൾ ഓടും എന്നാണ് പലരും ചോദിക്കുന്നത്. കാരണം വളരെ പ്രധാനപ്പെട്ട 2 ആക്ടേഴ്സാണ് പുറത്തേക്ക് പോയിരിക്കുന്നത്. ഇപ്പോൾ അല്ലാതെ ആളുകളെ വെച്ച് നമുക്കറിയാം അവർ മെയിൻറ്റെയിൻ ചെയ്ത് പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിൻ്റെ എപ്പിസോഡുകൾ എത്ര നാൾ കാണും, അല്ലെങ്കിൽ ഇത് കുറച്ച് നാളത്തേക്ക് നിർത്തി വെക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ഡൗട്ടാണ്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും പുറത്തേക്ക് വന്നിട്ടില്ല. എന്തായാലും ഇപ്പോഴും അവർ എപ്പിസോഡുകൾ പുറത്തേക്ക് വിടുന്നുണ്ട്. അവസാനമായിട്ട് ഒരു എപ്പിസോഡ് പുറത്തു വിട്ടു. അതിലും നമുക്ക് ഈ പ്രധാനപ്പെട്ട നടനെയും നടിമാരെയും ഒന്നും കാണാൻ സാധിക്കുന്നില്ല. സോ എന്തായാലും അതൊരു പ്രശ്നം തന്നെയാണ് ഉപ്പും മുളകിനെ സംബന്ധിച്ചിടത്തോളം. എത്ര നാൾ ഇവരൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ഇവർക്ക് പകരമായിട്ട് ആരെങ്കിലും കൊണ്ടുവരുമോ എന്നുള്ള കാര്യമൊക്കെ വലിയ ചർച്ചയാക്കേണ്ട സംഭവം തന്നെയാണ്. എന്തായാലും നേരത്തെ അഭിനയിച്ച മുടിയെന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ഇപ്പോൾ ഇല്ല. അങ്ങനെ കുറേ പേരിപ്പോൾ ഇല്ല എന്ന് തന്നെ പറയണം. സോ എന്തായാലും ആരെങ്കിലുമൊക്കെ തിരിച്ചു വരും, അല്ലെങ്കിൽ ഇവരെല്ലാം തിരിച്ചു വരും എന്ന് തന്നെ വിചാരിക്കാം. സോ എന്തായാലും ഉപ്പും മുളകും ഒന്നും നിർത്താതിരിക്കട്ടെ. വളരെയധികം കോമഡി നമ്മളെയൊക്കെ റിലാക്സ് ചെയ്യുന്നൊരു സംഭവമാണ് ഉപ്പും മുളകും എന്ന് പറയുന്നത്. സോ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞോളൂ, ശ്രീകണ്ഠൻ നായരാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു, നമുക്കറിയാം ഫ്ലവേഴ്സിൻ്റെ ആണ് 24 ആണല്ലോ. അദ്ദേഹം കുറച്ചുകൂടെ അച്ചടക്കം മെയിൻറ്റെയിൻ ചെയ്യുന്ന പല കാര്യങ്ങളും ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എല്ലാ ഷോകളിലും. സോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അടുത്ത കാണുന്നവരെ ഗുഡ് ബൈ.